സിസേറിയൻ കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഡെലിവറി സാധ്യമാകില്ലേ? ഒരു പ്രാവശ്യം സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സിസേറിയൻ ആകണം എന്നുള്ളത് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കേസസിൽ അടുത്ത പ്രാവശ്യം അത് നാച്ചുറൽ ഡെലിവറി അല്ലെങ്കിൽ സുഖപ്രസവത്തിന് വെക്കാവുന്നതാണ്. പക്ഷെ അതിന് ആദ്യം ചെയ്ത സിസേറിയൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അറിയണം. വീണ്ടും വരാൻ സാധ്യതയില്ലാത്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ ട്വിൻസ് അല്ലെങ്കിൽ ഇരട്ട കുട്ടികളായതുകൊണ്ട് ചെയ്തത്, താഴെ അല്ലാതെ മീതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ചെയ്തത്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞുകൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ കുഞ്ഞ് മെക്കോണിയം സ്റ്റെയിൻഡ് ലൈക്കർ അല്ലെങ്കിൽ മഷി ഇറക്കിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ അകത്തെ രക്തസ്രാവം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം പ്രസവത്തിന് വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലേബർ പെയിനായിട്ട് കിടന്നിട്ടും പ്രോഗ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്, ഗർഭാശയത്തിന് വികാസം വരാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ്റർ പ്രഗ്നൻസി ഇൻ്റർവെൽ, അതായത് ഒരു സിസേറിയനും രണ്ടാമത്തെ പ്രഗ്നൻസിക്കും ഇടയ്ക്കുള്ള ഇൻ്റർവെൽ 3 വർഷത്തിന് മീതെയും ആദ്യത്തെ നമ്മുടെ സിസേറിയൻ സൈറ്റിലുള്ള യൂട്രസിൻ്റെ ആ ഗർഭാശയത്തിൻ്റെ തിക്നെസ് എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്ത് അത് 4 മില്ലിമീറ്റർ കൂടുതലാണെങ്കിലും, അതുപോലെ ഈ പ്രസവത്തിൽ വേറെ പ്രത്യേകിച്ച് സങ്കീർണതകളൊന്നും ഇല്ല എങ്കിൽ, അതായത് ഇപ്പോൾ BP, ഷുഗർ, കുഞ്ഞിന് വളർച്ചക്കുറവ് അല്ലെങ്കിൽ പ്ലാസൻ്റെ താഴെയാകൽ തുടങ്ങിയ സങ്കീർണതകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രോഗിക്ക് ഒരാൾ കൂടെ നിന്ന് മോണിറ്റർ ചെയ്ത് വിശദമായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യം പ്രസവത്തിന് വെക്കുന്നത്.